വലിയ ലക്ഷ്യങ്ങളുള്ള ആളുകളെ കുറിച്ച് വിചിത്രമായ എന്തെങ്കിലും നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൂരെ നിന്ന് നോക്കുമ്പോൾ അവർ വലിയ പ്രചോദനമായി തോന്നും. അച്ചടക്കമുള്ളവർ, ലക്ഷ്യബോധമുള്ളവർ, ആർക്കും തടയാനാവാത്തവർ. പക്ഷേ അടുത്തുപോയി നോക്കുമ്പോൾ എന്തോ ഒരു വ്യത്യാസം തോന്നും. മോശമാണെന്നല്ല, കുറച്ചുകൂടി തണുപ്പൻ സ്വഭാവം. മിക്ക ആളുകൾക്കും മനസ്സിലാകാത്ത ഒരു തരം തീവ്രതയോടെയാണ് അവർ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുന്നത്. മറ്റുള്ളവർ വിലമതിക്കുന്ന പലതും അവർ നഷ്ടപ്പെടുത്താറുണ്ട്. ചിലപ്പോൾ ചില ബന്ധങ്ങൾ തന്നെ. എന്നിട്ടും അവർക്കതിൽ വലിയ സങ്കടമൊന്നുമില്ല. കാരണം ഒരാൾക്ക് ഒരു ലക്ഷ്യത്തോട് ശാന്തമായ ആവേശം തോന്നുമ്പോൾ അവരുടെ ലോകം ആ ലക്ഷ്യത്തിന് ചുറ്റുമായി മാറാൻ തുടങ്ങും. എല്ലാം ഒരു കണക്കുകൂട്ടലായി മാറും. സമയം നാണയമായി മാറും. മനുഷ്യർ വെറും ഘടകങ്ങളാകും. ദൂരെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഇതിനെ ഗ്രേറ്റ്നെസ് എന്ന് വിളിക്കും. അടുത്തു നിന്ന് നോക്കുമ്പോൾ അതൊരിക്കലും അവസാനിക്കാത്ത, എപ്പോഴും കൂടുതൽ ചോദിക്കുന്ന ഒരു ത്യാഗമായി തോന്നും. ഇത് അസ്വസ്ഥമാക്കുന്ന ഒരു ചോദ്യം ഉയർത്തുന്നു. ഗ്രേറ്റ്നെസ് എന്നത് കഠിനാധ്വാനം കൊണ്ട് മാത്രം പണിതുയർത്തുന്നതല്ലെങ്കിലും മറിച്ച് പലതും നശിച്ചില്ലാതായി കൂടിയാണ് അത് ഉണ്ടാകുന്നതെങ്കിലും മിക്ക ആളുകളും ഒരിക്കലും കാണാത്ത ആ രഹസ്യം ഇതാണ്. അനുഭവിക്കുന്ന കഷ്ടപ്പാടിന് എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് തോന്നിയാൽ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ കഴിയുന്ന രീതിയിലാണ് മനുഷ്യ മനസ്സ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരാൾക്ക് യാതൊരു ലക്ഷ്യവും നൽകാതിരിക്കുക, ചെറിയ ബുദ്ധിമുട്ടുകൾ പോലും അവർക്ക് സഹിക്കാൻ കഴിയില്ല. എന്നാൽ അവർക്ക് ശക്തമായ ഒരു ലക്ഷ്യം നൽകുക, പിന്നെ അവർക്ക് എന്തും സഹിക്കാൻ കഴിയും. വേദന പുരോഗതിയായി മാറും. ഏകാന്തത അച്ചടക്കമായി മാറും. ത്യാഗം ആത്മാർത്ഥതയുടെ തെളിവായി മാറും. അതുകൊണ്ടാണ് ശാന്തമായ ആവേശം ഇത്രയും ശക്തമായി തോന്നുന്നത്. അത് ജീവിതത്തിലെ അലങ്കോലങ്ങളെ ഒരു ചിട്ടയിലാക്കും. എന്നാൽ കാലക്രമേണ സംഭവിക്കുന്ന മറഞ്ഞിരിക്കുന്ന ഒരു മാനസിക മാറ്റമുണ്ട്. ആദ്യം സ്വപ്നമെന്നത് നിങ്ങൾ പിന്തുടരുന്ന ഒന്നാണ്. പിന്നീട് അത് നിങ്ങൾ സംരക്ഷിച്ചു നിർത്താൻ ശ്രമിക്കുന്ന ഒന്നായി മാറും. പിന്നെ സ്വന്തം വ്യക്തിത്വവും ലക്ഷ്യവും ഒന്നായി മാറുമ്പോൾ ജീവിതത്തിൽ ഒരു ബാലൻസ് നിലനിർത്തുന്നത് ഒരു ബലഹീനതയായി തോന്നാൻ തുടങ്ങും. വിശ്രമിക്കുന്നത് അനാവശ്യമാണെന്ന് തോന്നും. വിമർശനങ്ങൾ ഒരു ഭീഷണിയായി തോന്നും. നിങ്ങളുടെ വേഗത കുറയ്ക്കുന്ന ആരും ഒരു തടസ്സമായി തോന്നും. ഈ നിമിഷത്തിലാണ് നിങ്ങളുടെ ലക്ഷ്യബോധം പതുക്കെ രൂപം മാറുന്നത്. ഈ പാറ്റേൺ നിങ്ങൾ ഒരിക്കൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും നിങ്ങൾക്കിത് കാണാൻ കഴിയും. വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുമ്പോഴും ചുറ്റുമുള്ളവരുമായുള്ള ബന്ധം പതുക്കെ നഷ്ടപ്പെടുന്ന ബിസിനസ് ലീഡർമാരിൽ, സ്വാതന്ത്ര്യം നേടുകയാണെന്ന് പറയുകയും എന്നാൽ സ്വന്തം വേഗതയുടെ തന്നെ തടവുകാരനായി മാറുകയും ചെയ്യുന്ന സംരംഭകരിൽ, ആളുകൾക്ക് മുന്നിൽ വലിയ ആത്മവിശ്വാസം കാണിക്കുകയും എന്നാൽ ചുറ്റും നിശബ്ദമാകുമ്പോൾ വല്ലാത്തൊരു ശൂന്യത അനുഭവിക്കുകയും ചെയ്യുന്നവരിൽ. കാരണം ഗ്രേറ്റ്നെസ്സിന് പലപ്പോഴും അതിയായ ഏകാഗ്രത ആവശ്യമാണ്. പക്ഷേ ഈ അതിയായ ഏകാഗ്രതയ്ക്ക് ഒരു പാർശ്വഫലമുണ്ട്. അത് ഒരാളുടെ ജീവിതത്തിലെ വൈകാരിക തലങ്ങളെ ചുരുക്കിക്കളയും. ഒരിക്കൽ പ്രാധാന്യമുണ്ടായിരുന്ന കാര്യങ്ങൾ പിന്നീട് വെറും സമയനഷ്ടമായി തോന്നും. ബന്ധങ്ങൾ വെറും തടസ്സങ്ങളാകും. ഒന്നും ചെയ്യാതിരിക്കുന്നത് വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കും. ലക്ഷ്യത്തിന് പുറത്തുള്ള ജീവിതം വളരെ ചെറുതായി തോന്നാൻ തുടങ്ങും. സമൂഹവും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമ്മൾ റിസൾട്ടുകളെയാണ് അംഗീകരിക്കുന്നത്. ഭ്രാന്തമായ ആവേശത്തെ നമ്മൾ വാഴ്ത്തുന്നു. ജയിക്കാൻ വേണ്ടി എല്ലാം ത്യജിക്കുന്ന വ്യക്തിയെ നമ്മൾ ആഘോഷിക്കുന്നു. പക്ഷേ അവിടെ എത്താൻ ആ വ്യക്തിക്ക് ഉള്ളിലെ എന്തൊക്കെ മുറിച്ചു മാറ്റേണ്ടി വന്നെന്ന് നമ്മൾ ചോദിക്കാറില്ല. അതാണ് ഇതിൻ്റെ ഉള്ളിലെ യഥാർത്ഥ പാറ്റേൺ. ഗ്രേറ്റ്നെസ് എന്നത് ഒരിക്കലും കൃത്യമായ ഒരു ബാലൻസ് അല്ല. ലോകം ആരാധിക്കാൻ തുടങ്ങുന്ന ശക്തമായ ഒരു ഇംബാലൻസ് ആണ് പലപ്പോഴും അത്. അതുകൊണ്ട് ഗ്രേറ്റ്നെസ്സിന്റെ ഇരുണ്ട വശം എന്നത് കഠിനാധ്വാനമല്ല, അത് അച്ചടക്കവുമല്ല. ലക്ഷ്യത്തിനു വേണ്ടി എന്ത് ചെയ്താലും
തെറ്റില്ലെന്ന ആ വിശ്വാസമാണ്. ഒരാൾ ആ ചിന്ത അംഗീകരിച്ചു കഴിഞ്ഞാൽ അർപ്പണബോധവും സ്വയം നശിക്കലും തമ്മിലുള്ള അതിർവരമ്പ് വളരെ നേർത്തതായി മാറും. കാരണം വലിയ ആഗ്രഹങ്ങൾക്ക് അപകടകരമായ ചിലത് ചെയ്യാൻ കഴിയും. ഈ യാത്ര തുടങ്ങിയ വ്യക്തിയെ പതുക്കെ ഇല്ലാതാക്കി അത് ആ സ്ഥാനം പിടിച്ചെടുക്കും. നിങ്ങൾ കൂടുതൽ മൂർച്ചയുള്ളവരാകും, കൂടുതൽ കാര്യക്ഷമതയുള്ളവരാകും, മറ്റുള്ളവരെ കൂടുതൽ ആകർഷിക്കുന്നവരാകും. പക്ഷെ ഒപ്പം എല്ലാവരിൽ നിന്നും കൂടുതൽ അകന്നവരുമാകും, കൂടുതൽ യാന്ത്രികമാകും. ചിലപ്പോൾ ഒരാൾ ആ കൊടുമുടിയിലെത്തുമ്പോഴേക്കും വിചിത്രമായ ഒരു കാര്യം അവർ തിരിച്ചറിയും. അവർ ആഗ്രഹിച്ചതെല്ലാം അവർ നേടിയിട്ടുണ്ടാകും. പക്ഷേ ഒരിക്കൽ അതെല്ലാം സ്വപ്നം കണ്ട അവരുടെ ആ പഴയ വ്യക്തി അത് ആസ്വദിക്കാൻ അവിടെ ഉണ്ടാകില്ല. അതാണ് ഗ്രേറ്റ്നെസിന്റെ ഒരു വൈരുദ്ധ്യം. ലോകം ആ നേട്ടം മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ ആ മല കയറിയ വ്യക്തിക്ക് മാത്രമേ അറിയൂ മുകളിലേക്കുള്ള യാത്രയിൽ സ്വന്തം വ്യക്തിത്വത്തിന്റെ എന്തൊക്കെ ഭാഗങ്ങളാണ് അവർക്ക് വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നതെന്ന്. അതുകൊണ്ട് യഥാർത്ഥ ചോദ്യം മഹാനാകാൻ വേണ്ടതൊക്കെ എൻ്റെ കയ്യിലുണ്ടോ എന്നതല്ല. ഈ രീതിയിൽ ഞാൻ വലിയ ഒരാളായി മാറിയാൽ ഞാൻ ആരായിട്ടായിരിക്കും മാറുക? കാരണം ചിലപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ അപകടം സ്വപ്നം നേടാൻ കഴിയാതെ പോകുന്നതല്ല, അത് നേടിയെടുക്കുന്നതാണ്. ഒപ്പം ആ സ്വപ്നം നിങ്ങളെ പതുക്കെ മാറ്റിമറിച്ച് നിങ്ങൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത മറ്റൊരാളാക്കി മാറ്റിയെന്ന് തിരിച്ചറിയുന്നത്.